എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ വീഡിയോസിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി നമ്മുടെ വീഡിയോസിന്റെ അടിയിലായിട്ട് കമന്റുകൾ ഇട്ടേക്കുന്ന ഒന്ന് രണ്ട് കമന്റുകൾക്കുള്ള മറുപടി എന്നോണാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. മറ്റൊന്നുമല്ല, എങ്ങനെയാണ് 18th എഡീഷന്റെ എക്സാം ബുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് 18th എഡീഷന്റെ എക്സാം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി വീഡിയോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കമന്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്ന എല്ലാവരെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ അറിയാവുന്ന രീതിയിലുള്ള ഡിസ്കഷനുകൾ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പലരും നാറിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്തവർ, മിസ്റ്റേക്ക് നാറിക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയേക്കണവർ, അങ്ങനെ പല രീതിയിലുള്ളവർ നമുക്ക് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോയിൽ നിന്ന് നമ്മൾ കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തന്നെ പറയട്ടെ, 18th എഡീഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ റെഗുലേഷനുകളെ കുറിച്ചിട്ടുള്ള ഒരു എക്സാമാന്ന് പറഞ്ഞല്ലോ. 18th എഡീഷൻ എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്, റെഗുലേഷൻ IITയുടെ റെഗുലേഷനുകളുള്ള ബുക്കാണ്. ആ 18th എഡീഷന്റെ എക്സാം, ക്വാളിഫിക്കേഷൻ എക്സാം നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ റെഗുലേഷനുകളെ കുറിച്ചിട്ട് ആ പുസ്തകം റെഫർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ 18th എഡീഷന്റെ എക്സാം നടത്തുന്ന സെൻറ്ററുകളുണ്ട്. യൂറോപ്പിൽ ഏകദേശം UK 10-30ഓളം സെന്ററുകളുണ്ട്. ഇപ്പൊ എൻ്റെ വീടിന്റെ അടുത്ത് ഞങ്ങൾ കേംബ്രിഡ്ജിലാണുള്ളത്. അപ്പൊ കേംബ്രിഡ്ജിൽ ഒരു സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ കേംബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ലെസ്റ്ററിലാണ്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് നമ്മുടെ വീടിനോടടുത്തുള്ള സെന്ററുകൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുക, അവരുടെ സൈറ്റിൽ പോയിട്ട് സിറ്റി ആൻഡ് ഗിൽസിന്റെ സൈറ്റിൽ പോയിട്ട് ഡേറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സിറ്റി ആൻഡ് ഗിൽസിന്റെ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബുക്ക് നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 60 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക, 120 മിനിറ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റിലെ തന്നെ നമ്മുടെ പേരും മെയിൽ ID നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഇതൊരു മോക്ക് ടെസ്റ്റ് ആണ്. ഈ മോക്ക് ടെസ്റ്റ് കിട്ടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കോഴ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സുകാർ നമുക്ക് അയച്ചു തരുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും, സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് 1 നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പാർട്ട് 8 വരെ ഉണ്ട്, പിന്നെ അപ്പൻഡിസിസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോന്നിനും ഇത്ര ക്വസ്റ്റ്യൻസ് വീതമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബുക്ക് എടുക്കുക, ബുക്കിൻ്റെ അകത്ത് 3ാമത്തെ പേജ് എടുക്കുക. 3ാമത്തെ പേജിൽ കണ്ടന്റ് പേജ് ഉണ്ട്. ഈ കണ്ടന്റ് പേജിൽ നമ്മൾ സ്കോപ്പ് പാർട്ട് 1 ചെക്ക് ചെയ്യുക. അതിൻ്റെ പേജ് നമ്പർ എത്രയാണെന്ന് നമ്മൾ എത്രയും വേഗത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഒരു സ്കെയിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു A4 വൈറ്റ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആ പേജ് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ടിപ്സുകളെല്ലാം നമ്മൾ പരീക്ഷയ്ക്ക് എത്രയും വേഗം, എന്ന് വെച്ചാൽ 2 മിനിറ്റാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വേഗം നമ്മൾ, ഞാനിപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ഈ ചെയ്യണത്, അതുകൊണ്ടാണ് ഡിലേ ആവണത്. എന്നിരുന്നാൽ പോലും നമ്മൾ സ്കോപ്പ് എത്രാമത്തെ പേജിലാണെന്ന് വേഗം മനസ്സിലാക്കി, ആ സ്കോപ്പിൻ്റെ അകത്തുള്ളത് ഒബ്ജക്റ്റ് ആൻഡ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ കണ്ടന്റ്, അതിൻ്റെ അകത്തുള്ള സ്കോപ്പിലുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ആ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ വേഗം തന്നെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുക. പുസ്തകത്തിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള കീവേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ റിക്വയർമെന്റ് ഇൻക്ലൂഡ്സ് ദിസ് റെഗുലേഷൻ ഇൻക്ലൂഡ് റിക്വയർമെന്റ് പറഞ്ഞിട്ട് അതിൻ്റെ വോൾട്ടേജ് ക്ലാസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഉത്തരത്തിന്റെ ഓപ്ഷനുകളിൽ കൃത്യമായിട്ടുള്ളത് 1000 വോൾട്ട് AC ഓർ 1500 വോൾട്ട് DC എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. The wiring regulation book applies to electrical installation with voltages to and including എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ഒരു 50 വോൾട്ടേജ് ACD ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസർ വേഗം തന്നെ സെലക്ട് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ഞെക്കുക. അപ്പോൾ നമുക്ക് നോക്കി 116 മിനിറ്റ് ബാക്കി, എന്ന് വെച്ചാൽ ആ ഒരു ആൻസർ ചെയ്യാൻ നമ്മൾ 4 മിനിറ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാം ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഫുള്ള് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഫുള്ള് ആൻസർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യുന്ന ഉത്തരങ്ങളുടെ 60% ആണ് അതിൻ്റെ റിസൾട്ടായിട്ട് എടുക്കണേ. 2ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വേഗം വായിച്ചു നോക്കുക, അത് സ്കോപ്പിൽ നിന്ന് തന്നെയാണോ നോക്കുക, അത് ഏത് പാർട്ടിയിൽ നിന്നാണ് വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും കണ്ടന്റ് പേജിൽ പോവുക, അതുകൊണ്ട് പേജിൽ എത്രാമത്തെ പേജിലാണെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഹൈലൈറ്റ് ചെയ്ത പോർഷനിലേക്ക് നമ്മുടെ കാഴ്ച പെട്ടെന്ന് എത്തുകയും നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വേഗത്തിൽ ആൻസർ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ പാർട്ട് 1 തന്നെ എടുത്തു. അതിൻ്റെ അകത്ത് ഏത് പോർഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് നമ്മൾ നോക്കുക, കൃത്യമായിട്ട് നോക്കുക. അതിൻ്റെ അകത്ത് ഏത് എഫക്റ്റാണ്,
ഇലക്ട്രിക് ഷോക്ക് ആണോ, തെർമൽ എഫക്റ്റ് ആണോ, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് തെർമൽ എഫക്റ്റിനെ കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം വന്നേക്കുന്നത്. ഇപ്പോൾ 131.3 എന്ന് പറഞ്ഞിട്ടുള്ള റെഗുലേഷൻ ആണ്. അപ്പോൾ നമ്മൾ അത് എടുക്കുക, അത് എത്രാമത്തെ പേജിലാണെന്ന് വേഗം തന്നെ നോക്കുക. അതിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ചോദ്യം എന്താണ്, ചോദ്യത്തിൻ്റെ അകത്തുള്ള പോയിന്റ്, ഉത്തരങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് എടുക്കുക. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പോൾ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമ്മൾ വീണ്ടും ചോദ്യവും ഇതിൻ്റെ അകത്തുള്ള ആൻസറുകളും, തെർമൽ ഇൻസുലേഷൻ, ഹാർമണിക്സ്, മെത്തേഡ് ഓഫ് ഇൻസുലേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടോ ഏതാണ് അതിൻ്റെ അകത്ത് ഇല്ലാത്തത് എന്നാണ് ചോദ്യം, എക്സെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ആൻസർ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഓപ്ഷനാണ് സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഇതെല്ലാം ഇപ്പോൾ സമയം നോക്കി 113 7 മിനിറ്റ് എടുത്തു നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ 112 മിനിറ്റ് ആയി. ബാക്കി നമ്മളിതിങ്ങനെ ടൈമർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 60 ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ഇൻ കേസ് നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് നമുക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് നമുക്ക് വേഗം നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ ആൻസർ ചെയ്യുന്നതിൻ്റെ 60% കിട്ടണം ജയിക്കണമെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 25 ചോദ്യം ആൻസർ ചെയ്തുള്ളൂ എങ്കിൽ, പക്ഷേ ഈ അപ്പോൾ നമ്മൾ വിചാരിക്കും വേഗം അറിയാവുന്നത് മാത്രം ചെയ്താൽ മതിയോ എന്ന്. പക്ഷെ പറ്റില്ല കേട്ടോ. നമ്മൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകണമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നമ്മൾ കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്തിരിക്കണം. കണ്ടോ, പ്ലീസ് എൻ്റർ ദ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ ആൻസർ ചെയ്യാതെയാണ് മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ എക്സാമിൻ്റെ ഒരു ഘടന. ഇങ്ങനെ ഒരു എന്താ പറയുക, 60 ക്വസ്റ്റ്യൻസ് നമ്മൾ വേഗം എത്രത്തോളം വേഗം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ അത്രത്തോളം നമുക്ക് ഈ പരീക്ഷയിൽ കൂടുതൽ ആൻസർ ചെയ്യാനും പറ്റും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും, കൂടുതൽ പെർസെൻറ്റേജ് കിട്ടാനും പറ്റും, നമുക്ക് എക്സാം പാസ്സാവാനും പറ്റും കേട്ടോ. ഇതാണ് ഈ എക്സാമിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു രീതി. ഇനിയപ്പോൾ ഈ എക്സാം ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച്, നമ്മൾ ബുക്ക് ചെയ്യുന്നതിനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോഴ്സ് വാങ്ങുകയാണ് ചെയ്തത്. ഓൺലൈനിൽ ഒത്തിരി എക്സാം പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് വാങ്ങുക. നിങ്ങൾക്ക് അങ്ങനെ ചേരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇടാം. അപ്പോൾ ഞാൻ വാങ്ങിയത് ഏതാണെന്ന് ഞാൻ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഗ്രൂപ്പിൽ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവർക്കിടെ ആ ഒരു സ്കൂളിനെ ഒന്നും പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല ഇത് ചെയ്യണത്. അത് തന്നെയല്ല, അങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ പോളിസികൾക്ക് എഗൻസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് ആ ഏജൻസി ഏതാണെന്നൊന്നും പറയാത്തത്. അപ്പം ഞാൻ വാങ്ങിയ കോഴ്സിന് 116 രൂപയാണ് എക്സാം ഫീസ് ആയിട്ടുള്ളതും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വാറ്റ് 116 പ്ലസ് വാറ്റ്. പിന്നെ നമ്മൾക്കിടെ ട്യൂട്ടോറിയലിനുള്ള ഫീസ്, അവർ പാർട്ട് 1 ഇത്ര ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോ മോഡ്യൂളിൻ്റെ അകത്തും നമുക്ക് റിവിഷൻ ക്വസ്റ്റ്യനുകളുണ്ട്. ഏകദേശം 300 പൗണ്ടോളം എനിക്ക് അതിന് മാത്രമായിട്ടോ. പിന്നെ 80 പൗണ്ട് ഞാൻ ബുക്സ് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. 18th എഡിഷൻ്റെ അമെൻമെൻറ്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ആ 80 പൗണ്ട് പ്ലസ് 300 പൗണ്ട് 380 പൗണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാൻസിൽ നമ്മൾ പോയിട്ട് എക്സാം എഴുതി പാസ്സാവുകയാണെങ്കിൽ നമുക്കത് ലാഭമാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ 116 പൗണ്ട് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ 18th എഡിഷൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രീഷ്യനായിട്ട് പണിയെടുക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോലി ECS കാർഡ് നേടുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള എല്ലാത്തിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പാണ്, അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. യൂറോപ്പിൽ അല്ലെങ്കിൽ UK EUലായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അത് UK മാറിയപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് UK ബ്രിട്ടനിൽ ഇംഗ്ലണ്ടിൽ നമ്മൾ ഇലക്ട്രിക്കലായിട്ടുള്ള ഒരു ജോലി ചെയ്യണമെങ്കിൽ അതിന് ആ ഒരു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യേണ്ട ഒരു വ്യക്തിക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് 18th എഡിഷൻ. ഇനിയിപ്പോൾ 19th എഡിഷൻ വരാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 19th എഡിഷനാണ് ഇനിയിപ്പോൾ അടുത്ത് തന്നെ റിലീസ് ആവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുള്ള എക്സാം എഴുതി നമ്മൾ ആ ക്വാളിഫിക്കേഷൻ നമുക്കിടെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് 18th എഡിഷൻ ബുക്ക് ചെയ്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ 18th എഡിഷൻ്റെ എക്സാം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ജനറൽ ആയിട്ട് ഐഡിയ. 18th എഡിഷനെ കുറിച്ചിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കലായിട്ടുള്ള ഫീൽഡിലുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് നമ്പർ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ എന്നിട്ട് നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ട് പരസ്പരം ഒരു ബാൾട്ടർ സമ്പ്രദായം പോലെ നമുക്ക് ചെയ്യാം. മറ്റൊന്നുമല്ല, ഇലക്ട്രിക്കൽ ഫീൽഡിൽ നമുക്കിവിടെ ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫീൽഡിലോട്ട് ചെന്നെത്തേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല.
അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഏകദേശം ഇപ്പോൾ 85 ആളുകളായിട്ടോ ഇതുപോലെ ജോലി അന്വേഷിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. ഓരോരുത്തർക്കും ഓരോ ദിവസങ്ങളും ഓരോരോ സംശയങ്ങളാണ്. നാട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇനി വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ.